ഇന്ന് നൈകുട്ടിക്ക് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. പക്ഷെ നൈകുട്ടി ഇന്ന് പോണില്ല. കാരണം നൈകുട്ടിയുടെ അമ്മയ്ക്ക് മടിയാണ് നേരത്തെ എണീക്കാൻ. ഇന്നാണെങ്കിൽ ഞങ്ങളെല്ലാവരും ലേറ്റായിട്ടാണ് എണീച്ചത്. 8:45 എണീക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇന്നലത്തെ അപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു, അതും പിന്നെ കുറുമക്കറിയാണ് കേട്ടോ. കുറുമക്കറിയൊക്കെ ഞാൻ കുക്കറിൽ വെച്ച് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് തീർന്നു പോയി. പിന്നെ നമ്മുടെ കയ്യിൽ ഇൻഡക്ഷനും ഉണ്ട്, പിന്നെ കറണ്ടും ഉള്ളത് കൊണ്ട് അതിൽ വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പച്ചട്ടി ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ മീനൊക്കെ പൊരിക്കണ ചട്ടി ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അതൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് അതിൽ വെച്ചു. പക്ഷെ അത് ഒട്ടി പിടിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഓയിലൊക്കെ പുരട്ടി വെച്ചപ്പോൾ അടിപൊളിയായിട്ട് അപ്പം കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റവ് വെറുതെ ഒന്ന് ഓണാക്കി നോക്കിയപ്പോൾ അത് നന്നായി കത്തണു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഗ്യാസ് തീർന്നില്ലേന്ന്. പക്ഷേ ഗ്യാസ് തീർന്നിരുന്നു. ആ മെല്ലെ മെല്ലെ ആ തീ ഇങ്ങനെ ഓഫായി പോയിട്ടോ. പിന്നെ നമ്മൾ ഇൻഡക്ഷനിൽ വെച്ചു. അത് അങ്ങനെ പാലൊക്കെ തകർന്നു പോയി. ഇൻഡക്ഷനിൽ ഞാൻ ചായ വെക്കുകയാണെങ്കിൽ ഇതായിരുന്നു പ്രശ്നം, പാലങ്ങനെ തകർന്നു പോട്ടോ. പിന്നെ നമുക്ക് ഇന്നാണെങ്കിൽ നല്ല മഞ്ഞക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പുണ്ട്, കുളിക്കാനൊന്നും ഇങ്ങോട്ട് തോന്നാനില്ല കേട്ടോ. രാവിലത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും അടുത്ത പണി ഇങ്ങനെ വരും. അങ്ങനെ ലഞ്ചിന് വേണ്ടിയിട്ട് ചോറ് അടുപ്പത്ത് വെച്ചു. ചോറൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പത്തല്ല ഇൻഡക്ഷനിൽ തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കും കേട്ടോ. പിന്നെ ബ്രൊക്കോളി ഉണ്ടായിരുന്നു, അപ്പോൾ ബ്രൊക്കോളിയും പൊട്ടറ്റോയും കൂടി മിക്സ് ചെയ്തിട്ടൊരു ഉപ്പേരി വെച്ചു, തോരൻ. അങ്ങനെ വെച്ചു. എനിക്കിഷ്ടമായില്ല കേട്ടോ. ഉമ്മേച്ചൊക്കെ കഴിക്കണ്ടായിരുന്നു, എനിക്കിഷ്ടമായില്ല. അങ്ങനെ നമ്മൾ വൈകുന്നേരമൊക്കെയായി. ചോറിന് വേറെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, മുട്ട ഇങ്ങനെ ആക്കിയെടുത്ത് കഴിച്ചു, മുട്ട പുഴുങ്ങിയിട്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.